CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന്. സീറ്റ് നില തുല്യമായതിനാൽ UDF, LDF മുന്നണികൾക്ക് ഉപതെരഞ്ഞെടുപ്പ് നിർണായകം. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AV സന്ധ്യ രാജിവെച്ചൊഴിഞ്ഞ 9-ാം വാർഡ് ചാലിശ്ശേരിയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. കേരള വിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം ശിശുദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിൽ നടന്നു. 500 കിറ്റുകളാണ് കുരുന്നുകൾക്ക് ആദ്യ സമ്മാനമായി വിതരണം ചെയ്യുന്നത്. വീടിന്റെ പൂമുഖത്ത് വലിയ കാൽപാദം, ചോക്കുകൊണ്ട് അടയാളപ്പെടുത്തിയ മാർക്കിങ്ങും. ആനായ്ക്കൽ അംഗനവാടി പുത്തംകുളം റോഡിൽ പണ്ടാരിക്കൽ ഗംഗാധരന്റെ വീടിന്റെ പൂമുഖത്താണ് സാധാരണയിലധികം വലിപ്പമുള്ള കാൽപാദം പതിഞ്ഞിരിക്കുന്നത്. വീട്ടുകാർ ആശങ്കയിൽ. ദേശീയപാത 66 തിരുവത്ര പുതിയറയിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഡിവൈഡറിലിടിച്ച് അപകടം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കടവലൂർ പഞ്ചായത്തിലെ മുല്ലപ്പള്ളിക്കുന്നിലെ മണ്ണെടുപ്പിനെതിരെ സമരം നടത്തുന്ന നാട്ടുകാർക്കെതിരെ മണ്ണ് മാഫിയകളുടെ ഭീഷണി. സമരം ശക്തമാക്കാനൊരുങ്ങി സമരസമിതിയും. കുന്നംകുളം ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് 18-ാം തീയതി തിങ്കളാഴ്ച തുടക്കമാകുന്നതോടെ നാടും നഗരവുമെല്ലാം ഉത്സവലഹരിയിലാണ്. കുച്ചിപ്പുടിയും ഭരതനാട്യവും ഒപ്പനയും ഉയർത്തുന്ന താളമേളങ്ങൾക്കൊപ്പം ഒരു നാടും നഗരവും ചുവടുവെക്കുന്ന കാഴ്ചയാണ് കുന്നംകുളത്ത്. മണത്തല പ്രദേശത്തുടലെടുത്ത ഭൂരേഖാ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗം ഐക്യകണ്ഠേന പാസാക്കി. വ്രതശുദ്ധിയുടെ മണ്ഡലകാലത്തിന് നാളെ തുടക്കം. തീർത്ഥാടകരെ വരവേൽക്കാൻ ഗുരുഭവനപുരി ഒരുങ്ങി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്നത് മണ്ഡലകാലത്താണ്. വേലൂർ തോന്നല്ലൂർ സ്വദേശിയായ വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി. മന്തിയത്ത് വീട്ടിൽ സുരേഷിന്റെ മകൻ 16 വയസ്സുള്ള അനന്തനെയാണ് കാണാതായത്. എരുമപ്പെട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. റേഷൻ കാർഡുകളിലെ തെറ്റുതിരുത്താൻ കാർഡുടമകൾക്ക് അവസരം നൽകാനും അനധികൃതമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനും നടപടിയുമായി ഭക്ഷ്യപൊതുവിതരണ വകുപ്പ്. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തെളിമ പദ്ധതിക്ക് തുടക്കമായി. കുന്നംകുളം YMCAയുടെ അഖിലലോക പ്രാർത്ഥനാവാരത്തിന് തുടക്കമായി. 2024-ലെ അണ്ടർ-19 ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം മുഹമ്മദ് ഇനാൻ ഇടം നേടി. പൊന്നിയൂർക്കുളം പരൂർ വീട്ടിലവളപ്പിൽ ഷാനവാസ് റഹീന ദമ്പതികളുടെ മകനാണ് ഇനാൻ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടം സാംസ്കാരിക വേദി ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പന്നിത്തടത്ത് നടത്തുന്ന സെമിനാറിന്റെ ഭാഗമായി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. പഴഞ്ഞി, അരുവായി, ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്ന പരിഹാര കർമ്മങ്ങൾക്ക് തുടക്കമായി. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ശ്രീകൃഷ്ണ കോളേജും ആസ്റ്റർ മെഡിസിറ്റിയും സംയുക്തമായി ആരോഗ്യധാര 2024 എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ശിശുക്ഷേമ വകുപ്പിന്റെ ബാലപ്രതിഭാ പുരസ്കാരം നേടി അകലാട് MIC സ്കൂളിലെ 5 വിദ്യാർത്ഥികൾ. ശിശുദിനത്തോടനുബന്ധിച്ച് ജില്ലാ ശിശുക്ഷേമ വകുപ്പ് നൽകിയ പ്രതിഭാ പുരസ്കാരമാണ് ഒരേ സ്കൂളിലെ 5 കുട്ടികൾക്ക് ലഭിച്ചത്. തിരുവളഞ്ഞൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കരുതൽ സ്പർശം പദ്ധതിയുടെ ഭാഗമായി അഞ്ഞൂർ ദിവ്യദർശൻ മന്ദിരത്തിലേക്ക് പൊതിച്ചോർ നൽകി. അംഗപരിമിതനായ ഗൃഹനാഥനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തെക്കേ പുന്നിയൂർ മച്ചിങ്ങൽ ബഷീർ ആണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ അയൽവാസികളാണ് വീടിനകത്തെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.